സ്പോർട്സ് കൗൺസിൽ ജീവനക്കാരും പ്രതിസന്ധിയിൽ. സ്പോർട്സ് കൗൺസിൽ ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 2 മാസം. ജൂൺ ജൂലൈ മാസത്തെ പെൻഷനാണ് മുടങ്ങിക്കിടക്കുന്നത്. ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടും കായിക വകുപ്പിൽ നിന്നും ഫയൽ നീങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്പോർട്സ് കൗൺസിലിലെ 250-ലധികം വരുന്ന ജീവനക്കാരുടെ പെൻഷനാണ് 2 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. ജൂൺ ജൂലൈ മാസത്തെ പെൻഷൻ തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടും UDF സർക്കാർ പെൻഷൻ നൽകാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ പെൻഷൻ കിട്ടാനുള്ളത് ജൂൺ ജൂലൈ മാസത്തെ പെൻഷനാണ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മുടെ പെൻഷനേഴ്സ് എല്ലാം കൂടി തന്നെ ഇപ്പോൾ 250-ൽ പരം പെൻഷനേഴ്സ് ഉണ്ട്, സ്പോർട്സ് കൗൺസിൽ പെൻഷനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാസം പെൻഷൻ നമുക്ക് മുടങ്ങിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും 80, 85, 90 വയസ്സൊക്കെ ആയവർ അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാസം പെൻഷൻ എന്ന് പറയുമ്പോൾ പെൻഷൻ കൊണ്ട് നമുക്ക് അവരുടെ മരുന്ന് വാങ്ങാനും മറ്റുള്ള പല കാര്യത്തിനും ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് മുടങ്ങിയിട്ടുണ്ട്. ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നീങ്ങിയ ഫയലിന്മേലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. ഫയലിപ്പോൾ നിലവിൽ അത് ഒരിക്കൽ പോയ ഫയൽ കൊറിയിട്ട് തിരിച്ച് കൗൺസിലിൽ വന്നു. ആ കൗൺസിലിൽ നിന്ന് ആ ഫയൽ ഇന്ന് വരെയും ആ ഫയൽ മുകളിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ താമസിച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ജൂൺ ജൂലൈ ആയി, ഇനിയിപ്പോൾ അത് പോകുന്നെന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലങ്ങളിലും പോയി തിരിച്ചു വരാൻ ഇനി ഒരു 10-15 ദിവസം വീണ്ടും എടുക്കും. അത് ഈ മാസം തന്നെ കിട്ടുമോ എന്നൊരു സംശയത്തിൽ കിടക്കുകയാണ്. പെൻഷന് പുറമെ റിട്ടയർമെന്റ് ആനുകൂല്യവും സർക്കാർ നൽകുന്നില്ലെന്ന പരാതിയുണ്ട്. കഴിഞ്ഞ സർക്കാർ 4 ഗഡുവായി റിട്ടയർമെന്റ് ആനുകൂല്യം അനുവദിച്ചിരുന്നു. 3 ഗഡു മുൻ സർക്കാർ നൽകുകയും ചെയ്തു. എന്നാൽ അവസാന ഗഡു ഇതുവരെയും നൽകാൻ UDF സർക്കാർ തയ്യാറായിട്ടില്ല. കായിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്ക് പങ്കുവഹിച്ച നിരവധി പേരാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിസന്ധിയിലാകുന്നത്. UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ ജീവനക്കാർ പെൻഷൻ ഇല്ലാതെ വലയുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.